Hi all, welcome to another beautiful episode of Fashion Cafe by Pulimutil Silks with me Ashwati. അപ്പോൾ ഞാൻ എവിടെയാണ് ഉള്ളതെന്നൊന്നും ഞാൻ ഇനി എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഒബ്വിയസ്ലി പുളിമുട്ടിൽ സിൽക്സിലാണ്. കുറേ നല്ല കളക്ഷനൊക്കെ ആയിട്ട് ഞാൻ മുന്നത്തെ എപ്പിസോഡ്സിലൊക്കെ വന്നു. നമ്മൾ കിഡ്സ് വെയർസ് ഒക്കെ കണ്ടു. പിന്നെ ഒരുപാട് അതേപോലെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കുറേ കളക്ഷൻസ് ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അറ്റയർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ സാരീസ് അല്ലെങ്കിൽ സാരീസിൻ്റെ വൈഡ് വെറൈറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സാരീസ് എന്ന് പറയാൻ ഡിമാൻഡ് കുറച്ചധികം കൂടുതലാണ്. ഈവൻ നമ്മളൊരു കല്യാണത്തിന് പോയാലും നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ആ ചേച്ചി എന്തായിരിക്കും ഉടുക്കുന്നത് അല്ലെങ്കിൽ ഇപ്പുറത്തെ ആൾ എന്തായിരിക്കും ഉടുക്കുന്നത്, ഇനി കോമ്പറ്റീഷൻ ആയിരിക്കും, നമ്മൾ കുറഞ്ഞു പോവുമോ കളറിലൊക്കെ എന്നൊക്കെ പറഞ്ഞുള്ള സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ അതൊന്നും മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ എല്ലാവരും കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. സോ നമ്മുടെ ഈ ഒരു ഫാഷൻ കഫേയുടെ എപ്പിസോഡ്സ് കണ്ടവർക്ക് പരിചയം എപ്പോഴും ഉണ്ടാകുന്നൊരു ചേച്ചിയാണ് അഞ്ജു ചേച്ചി. അഞ്ജു ചേച്ചിക്ക് ഇവിടെ തൊട്ടുമിക്ക സാരി കളക്ഷനും അവിടെ എന്തൊക്കെ ടൈപ്സ് ഉണ്ടെന്നൊക്കെ കാര്യമായിട്ട് അറിയാം. എനിക്കൊന്ന് കാണിച്ചു തരാമോ? നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. അത് നിൽക്കട്ടെ, എന്നെ കാണാൻ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയില്ലേ? കമ്മലും സാരിയൊക്കെ വന്നപ്പോൾ സെറ്റായി. എനിക്ക് സാരി ഭയങ്കര ഇഷ്ടമായി. ഇതിന് ഈ മെറ്റീരിയൽ എന്തായിരുന്നു വെച്ചാൽ ചന്തേരി സിൽക്സ്. അപ്പോൾ ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് ചന്തേരി സിൽക്സ് ആണ്. ആക്ച്വലി ഒതുങ്ങാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്, ബട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമുക്ക് കളക്ഷനിലേക്ക് പോകാം. ഇതൊരു ടെസറിന്റെ സാരിയാണ്. ഇതിലെ ബോഡി ഫുൾ വർക്കാ വരുന്നത്. സെയിം കളർ തന്നെ ത്രെഡ് വർക്ക് വരുന്നുണ്ട്. അതേ കോമ്പിനേഷനിലാണ് ത്രെഡ് വർക്ക്സ് വന്നിരിക്കുന്നത് അല്ലേ? കളർ തന്നെ. ഓക്കെ. ബ്ലൗസ് വരുന്നത് സ്ലീവിൽ ചെറിയൊരു വർക്ക് വരും, പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ട്. ലൈറ്റ് വെയിറ്റ് ആണോ അത്? ലൈറ്റ് വെയിറ്റ് ആണ്, ഉടുക്കാനൊക്കെ സുഖം. ലൈറ്റ് വെയിറ്റ് ആയ ടെസറിന്റെ സാരിയാണ്. കൊള്ളാം. ത്രെഡ് വർക്കും ആ സാരിയുടെ കളർ കോമ്പിനേഷനും എല്ലാം സെയിം ആയിട്ടാണ് വരുന്നത്. അതിന്റെ തന്നെ 2-3 ഷെയ്ഡ് കൂടെ വരുന്നുണ്ട്. കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. അപ്പോൾ പേസ്റ്റൽ കളേഴ്സിലാണ് എല്ലാം വരുന്നത്. അത് അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഉടുക്കാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന കൈൻഡ് ഓഫ് സാരീസ് ആയിരിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ. അതിന്റെ തന്നെ കുറച്ച് ബോർഡർ വെറൈറ്റി ആയിട്ട് വരുന്നതാ ഇത്. ഇതാകുമ്പോൾ ബോർഡറിൽ ത്രെഡ് വർക്കും കട്ട് വർക്കും കൂടെ വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ബോഡി പ്ലെയിൻ ആയിരിക്കും. ഇങ്ങനെ വരും അല്ലേ? സൈഡ് ബോർഡർ നല്ല തിക്കായിട്ട് വരുന്ന ഈ ഒരു മോഡലിൽ വരും. ഉടുത്ത ഒതുങ്ങി കിടന്നോളും. ഭംഗിയുണ്ട്. പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ ഒരുമാതിരിപ്പെട്ട കളേഴ്സൊക്കെ എനിക്കിപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു ഗ്രീനിഷ് പേസ്റ്റലൊക്കെ മിക്കവരും വാങ്ങിക്കുന്നതാണല്ലേ? അതിൽ തന്നെ ചെറിയ അത്യാവശ്യം വർക്ക് ഉണ്ടല്ലോ. കോൺട്രാസ്റ്റ് വർക്കാണ് ഇതിൽ വരുന്നത്. മൈന്യൂട്ട് വർക്ക്സ് ആണ്, കണ്ടാൽ മനസ്സിലാവും. പക്ഷെ നല്ല അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് ഈ ഒരു ത്രെഡ് വർക്ക്സ് ഒക്കെ വരുന്നത്. അതിന്റെ തന്നെ പേസ്റ്റൽ ഷെയ്ഡുകൾ വരുന്നുണ്ട്, ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് സ്കിന്നിനോട് ഓക്കെ ചേരുന്ന കളേഴ്സ് ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാം. നല്ല ഭംഗിയുണ്ട്. ഇതും ബോഡി ഫുൾ വർക്ക് തന്നെയാണ് വരുന്നത്. ബ്ലൗസ് പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ തന്നെ പല്ലു സൈഡ് ഇതായിരിക്കും അല്ലേ? ചെറിയൊരു കസവ് പോലെ വരുന്നുണ്ട്. എന്നാലും എടുത്തടിക്കുന്ന ജെറി പോലെ വരുന്നില്ല. വിത്ത് ബ്ലൗസ് ഇവിടെ വരും അല്ലേ? ചെറിയൊരു ബോർഡർ പോലെ ബ്ലൗസിൽ ചെറിയൊരു പൂക്കളുടെ ഒരു വർക്ക് വരുന്നുണ്ട്. അത് കുറച്ചുകൂടി ഭംഗിയായിരിക്കും ഇടാൻ നേരത്ത്. യെസ്. പിന്നെ ടെസറിൽ തന്നെ ഒരു വെറൈറ്റി ആണിത്. ഇതുപോലെ തന്നെ ഹാഫ് ആൻഡ് ഹാഫ് ആയിട്ട് വരുന്നതാ. ബോഡി കുറച്ച് പ്ലെയിൻ മിക്സഡ് കളേഴ്സിലല്ലേ? പ്ലീറ്റ്സ് വരുന്ന വശം ഇതൊക്കെ പ്രിന്റ് തന്നെ ആയിരിക്കില്ലേ? പ്ലീറ്റ്സ് വരുന്നിടത്ത് പകുതി ഈ സൈഡ് ഫ്രണ്ടിൽ വരും അല്ലേ? ഇങ്ങനെ ഫ്ലീറ്റ് വരുന്ന സ്ഥലത്ത്. ഓക്കെ ഓക്കെ. ബ്ലൗസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അറ്റാച്ച്ഡ് തന്നെ വരുന്നത്. അതിന്റെ തന്നെ 2 ഷെയ്ഡ് കൂടെ നമുക്ക് വരുന്നുണ്ട്. ആക്ച്വലി ബ്ലൗസ് ഒക്കെ അറ്റാച്ച്ഡ് വന്ന സംഭവങ്ങളാണെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും. പിന്നെ ഇപ്പം എല്ലാവരും മിക്സ് ആൻഡ് മാച്ച് ആണ്. ഇപ്പോൾ ഒരു കളർ ആണെങ്കിൽ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് ബ്ലൗസിലേക്കാണ് എല്ലാവരും നോക്കുക. നൈസ്. അതിൽ തന്നെ പ്രിന്റഡ് കുറച്ചുകൂടി ചെറിയ പ്രിന്റ് ആയിട്ട് ടെസർ തന്നെ ബോർഡർ പ്ലെയിൻ ആയിരിക്കും. ഓക്കെ. ഇതും അതിന്റെ തന്നെ
വരുന്നതാണ്. ഇവിടെ കൂടുതലും അല്ലെങ്കിൽ അമ്മമാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും വന്നിട്ട് എന്ത് കൈൻഡ് ഓഫ് ഏത് മെറ്റീരിയൽ ആണ്? ടെസർ പോകുന്നുണ്ട്. നമുക്ക് കൂടുതലും പോകുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഇതുപോലെ പ്രിന്റഡ് അങ്ങനത്തെ ചെറിയ ഈസി ടു ഹാൻഡിൽ ടൈപ്പ് അല്ലേ? വെയിറ്റ് ഇല്ലല്ലോ ഇതിലാകുമ്പോൾ. ചേച്ചി ഏത് കൈൻഡ് ഓഫ് പ്രിഫർ ചെയ്യുന്നത്? ടെസർ നോക്കും. ടെസർ തന്നെ. ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ച് വരുന്നതാണ്. ബോർഡർ ഒക്കെ വെറൈറ്റി, ഡിസൈനും വ്യത്യാസമുണ്ട്. ഓരോന്നിലും ഓരോ ഡിസൈൻ വരുന്നത്, കളർ ഡിഫറെന്റ് ആയിട്ട്. ഓക്കെ, ചിലതിൽ ബോർഡർ ചെറുതാണ്, വലുതുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടം ഉള്ളത് എങ്ങനെയാണോ അങ്ങനെ എടുക്കാം. ഇതാകുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന, ബോർഡർ ഇല്ല, ഫുൾ വരികയാണല്ലേ, ഫുൾ ബോഡിയിലേക്കുള്ള രീതിയിൽ. ബോഡി പ്രിന്റ് ആയിട്ട് വരുന്നത്. അതിന്റെ 2-3 ഷെയ്ഡുകൾ വരുന്നുണ്ട് നമുക്ക്. ഇതൊക്കെ അതിന്റെ ഷെയ്ഡാണ്, കൂടുതലും പേസ്റ്റൽ ഷെയ്ഡ് ഇതിൽ വരുന്നത്. ടെസർ പേസ്റ്റൽസ് ആണല്ലേ കളർ കോമ്പിനേഷൻ, ലൈക്ക് കളേഴ്സ് ഒക്കെ വരുന്നത്. നൈസ്. ഇത് വേറൊരു ജൂട്ടിന്റെ ടൈപ്പ്. ഇതിലെ ഡിസൈൻ ജൂട്ടാണോ ഇത്? ജൂട്ട് സിൽക്കിൽ. ഓക്കെ, ജൂട്ട് സിൽക്കിൽ വരുന്ന സാരീസ് ആണ്. ഇതൊരു വെറൈറ്റി ആയിട്ട് വരുന്നത്. അതിന്റെ ഡിസൈൻ വരുന്നത് ത്രെഡ് വർക്കാണ് വരുന്നത്. ചെറിയ ബോർഡറും വരുന്നത്. ഓ യെസ്, കണ്ടോ ഇവിടെ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ആക്ച്വലി ഇത് കണ്ടാൽ മനസ്സിലാവും, കുറച്ചുകൂടി നോക്കി മനസ്സിലാവും. നല്ല ഭംഗിയിൽ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട്. പല്ലും നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. കണ്ടോ? അതിന്റെ 2-3 ഷെയ്ഡും കൂടെ വരുന്നു. കളർ ഷെയ്ഡ്സ്, കളർ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. ഇതും ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരിക്കും. ചൂടൊന്നും എടുക്കത്തില്ല, ലൈറ്റ് വെയിറ്റ് ആണ്. എൻ്റെ അമ്മയാണെങ്കിലും യൂസ് ചെയ്യുക ഇങ്ങനത്തെ ജൂട്ട് പോലത്തെ സംഭവങ്ങൾ. അതാകുമ്പോൾ കുറച്ച് ക്ലാസി, എലിഗൻറ്റ്, അത് ഈസി ടു ഹാൻഡിൽ, ഇങ്ങനത്തെ സംഭവങ്ങളായിരിക്കും. അപ്പോൾ കാണുന്ന അമ്മമാരും ചേച്ചിമാരൊക്കെ കുറച്ചുകൂടി നിങ്ങൾക്ക് എന്താ പറയുക, കൺവീനിയൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതേപോലെ ടെസർ ജൂട്ടൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി ഭംഗിയായിരിക്കും. നമ്മൾ എടുത്തിങ്ങ് കാണിക്കും. പേസ്റ്റൽ കളേഴ്സൊക്കെയാണ്, നല്ല ക്ലാസി ആയിരിക്കും. ഇത് പുതിയ ജയ്പൂർ സിൽക്ക് എന്ന് പറയും. ജയ്പൂർ സിൽക്കോ? ഓ, വെയിറ്റ് വർക്ക്, ഹെവി വർക്ക് ആയിട്ടില്ല, ഫുൾ പ്രിന്റ് പോലെ തന്നെ. സാരിക്ക് വെയിറ്റ് ഉണ്ടോ? വെയിറ്റ് ഇല്ല, വെയിറ്റ്ലെസ് ആണ്. അതിന്റെ തന്നെ വേറെ കോൺട്രാസ്റ്റ് കളറിൽ വർക്ക് വരുന്നുണ്ട്. ജയ്പൂർ സിൽക്ക് ഒരുപാട് ഡിസൈൻസ് ആൻഡ് കളേഴ്സിലാണ് വരുന്നത്. ഇത് മനസ്സിലായോ ഈ സാരി? യെസ്, ഞാൻ ഉടുത്തേക്കുന്നതിന്റെ കളർ ചേഞ്ച് അല്ലേ? അതിന്റെ തന്നെ യെല്ലോയിൽ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട്. കാരണം ഞാൻ ഉടുത്തപ്പോൾ തന്നെ എനിക്ക് ഭംഗി ഫീൽ ചെയ്തു. അതുകൊണ്ട് എന്തായാലും കളർ ചേഞ്ചിന് നല്ല ഭംഗിയായിരിക്കും. അതിന്റെ ഡിസൈൻ കുറച്ച് വ്യത്യാസമായിട്ട്. ആക്ച്വലി വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാവരും ചെയ്യുന്നതാണ്. എൻ്റെ ഒരു ടിപ്പും കൂടിയാണ്. എൻ്റെ വീട്ടിലെ അമ്മ യൂസ് ചെയ്ത്, അമ്മ 2-3 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്ത സാരി ഇപ്പോഴും പകിട്ട് പോകാണ്ട് തന്നെ ഇരിക്കും. എൻ്റെ പരിപാടി എന്താ അറിയോ, അത് വെട്ട് അനാർക്കലി തയ്ക്കുക. അപ്പോൾ സാരിയും കൊണ്ട് നമുക്ക് 2-3 യൂസ് ഉണ്ട്. ഒന്ന് അമ്മമാർക്ക് 2-3 പ്രാവശ്യം യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്തിട്ട് ചുരിദാറാക്കാം. അപ്പോൾ അതേപോലെ എന്തെങ്കിലുമൊക്കെ ഇവിടെ കാണുമെന്ന് ഞാൻ നോക്കട്ടെ. അജ്രക് അല്ലേ? യെസ്, ഇതാണ് ഇപ്പോഴത്തെ ഈവൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനാർക്കലി, നമ്മൾ ഇവിടം വരെ വന്നിട്ട് അനാർക്കലി മോഡൽ തയ്ക്കില്ലേ, മെയിൻലി ഗേൾസ് യൂസ് ചെയ്യുന്ന ഈ ഒരു അജ്രക് പ്രിൻ്റാണ്. സാരി ഉടുത്താലും നല്ല ഭംഗിയായിരിക്കും, അതേപോലെ സൽവാർ തയ്ച്ചാലും നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ തന്നെ വെറൈറ്റി ഡിസൈനായത്. ഓക്കെ, ഒതുങ്ങി കിടക്കുന്ന സാരി, ഫ്ലോറൽ ടൈപ്പ് നല്ല കൂളിംഗ് മെറ്റീരിയലാണ്. യെസ്, ഉടുക്കാൻ ലൈറ്റ് വെയിറ്റ്, ഫ്ലോയിങ് ആയിട്ട് കിടക്കുന്നത്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ്. ഇറ്റ്സ് നൈസ്. അതിൻ്റെ പല ഡിസൈൻസും ഇതൊക്കെ ആയിട്ട് വരുന്നത്. ഒരുപാട് ഡിസൈനിൽ വരുന്നുണ്ട്. കോമ്പിനേഷൻ ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ അജ്രക്കിൻ്റെ കൂടുതലും കോമ്പിനേഷൻ ഈ ഒരു മെറൂണിഷ് റെഡ്, ബ്ലാക്ക്, ഇങ്ങനത്തെ ബ്ലൂ, ഈ ഒരു കോമ്പിനേഷനാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. വേറൊരു കളേഴ്സൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അത് തന്നെ ഭയങ്കര ഭംഗിയായിട്ടാണ് വരുന്നത്. ഓക്കെ, ഉണ്ടോ? കുറേ വെറൈറ്റീസ് ഉണ്ട് അജ്രക്കിൽ വരുന്നത്. ഇങ്ങനത്തെ ഡിസൈൻ, ഇവരുടെ ഡിസൈൻസും ഭയങ്കര യുണീക്കാണ്. ഇവരുടെ പ്രിൻ്റ് ഭയങ്കര ക്ലാസി ടച്ചുള്ള സംഭവങ്ങളാണ്. മറക്കണ്ട, നമുക്കിതൊക്കെ വെട്ടി സൽവാറും അനാർക്കലിയൊക്കെ തയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് വാങ്ങിച്ചോ, അമ്മയെ കൊണ്ട് വാങ്ങിപ്പിച്ചോ. പിന്നെ വരുന്ന ഒരു ബനാറസി സിൽക്കിന്റെ സാരിയാണ്. ഓക്കെ, ഇതിലാവുമ്പം ബോഡി ഡിസൈൻ വരുന്നത് സെറി വർക്കാണ് വരുന്നത്, ഫുള്ളായിട്ട് വരുന്നുണ്ട്. സെറി വർക്ക് അല്ലേ? കോൺട്രാസ്റ്റ് ബോർഡർ. ഇതിനെയാണോ പറയുന്നത് സെറി വർക്ക് എന്നുള്ളത്?
Okay. കോൺട്രാസ്റ്റ് ബോർഡർ വരുന്നുണ്ട്. Okay. പല്ലു ആണെങ്കിലും തിക്ക് പല്ലു വരുന്നത്. ബ്ലൗസ് പീസ് പ്ലെയിൻ വിത്ത് ബോർഡർ ആയിട്ട് വരുന്നത്. ഇതാണോ ബ്ലൗസ് പീസ് വരുന്നത്? ബ്ലൗസ് പീസ് ഇത് വരുന്നത്. കൈക്ക് ബോർഡർ വരുന്നത്. ഓ, കൈക്കുള്ള ബോർഡറാണ് നമ്മൾ ഈ കാണുന്നത് ഈ സംഭവം. ഇത് നമ്മുടെ സ്ലീവിന് നമുക്ക് ബോർഡർ ആയിട്ട് വയ്ക്കാം. നൈസ്. അതിന്റെ 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഷെയ്ഡ് ഓ, ബ്ലൂ ഭയങ്കര ഭംഗി. ബ്ലൂ വരുന്നുണ്ട്. ബ്ലൂ നല്ല ഭംഗിയുണ്ട്. നല്ല കോമ്പോസ് ഇവിടെ ഉണ്ട്, കളർ കോമ്പോസ്. യുണീക്കായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇവർ മറ്റേ വലിച്ചു വാരിയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല, നല്ല നോക്കി തന്നെ ഓരോ ഇവരുടെ കളക്ഷൻസൊക്കെ ഭയങ്കര യുണീക്കായിട്ടുള്ള കളക്ഷനാണ്. നല്ല രസമുണ്ട് ചേച്ചി, കാര്യമായിട്ട് പറഞ്ഞത്. പിന്നെ വരുന്നത് ജോർജറ്റ് ബനാർസി. നമ്മൾ ആദ്യം കണ്ടത് സിൽക്കിൽ വരുന്ന ബനാർസി ആയിരുന്നു. ഇത് ജോർജറ്റിൽ വന്നല്ലേ? ശരി. ഓ, ഇവർ ഈ ഡിസൈൻ ആണെന്ന് തോന്നുന്നല്ലേ ഇവർ ഹൈലൈറ്റ്, ഈ ഒരു ഗോൾഡൻ അല്ലെങ്കിൽ സിൽവർ പോലെയൊക്കെ വരുന്നത്. ഓക്കെ. ഇതിലാവുമ്പം ബോഡി ഫുൾ ഈ വർക്ക് വരുന്നുണ്ട്. സിൽവർ ചെറിയാണ് വരുന്നത്. ഉടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. കുറച്ച് ഫെയർ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇങ്ങനത്തെ ഡാർക്ക് കോൺട്രാസ്റ്റ് കളേഴ്സ് തിളങ്ങി നിൽക്കും. അതിൻ്റെ പല കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ വരുന്നുണ്ട് ഡാർക്ക് ഷെയ്ഡുകൾ കൂടുതൽ വരുന്നുണ്ട്. പേസ്റ്റ് ഷെയ്ഡ് ആകുമ്പോൾ കുറച്ചുകൂടി ലൈറ്റ് വർക്ക് ആയിരിക്കും ഇതിൽ വരുന്നത്. ഓക്കെ. ഒരുപാട് കളേഴ്സിൽ വരുന്നുണ്ട്. മെറൂണിഷ് റെഡ് ആണെങ്കിൽ അങ്ങനെ, ലൈക്ക് നമ്മുടെ ഒരു ബ്ലൂ, പിന്നെ എക്സാക്ട് മെറൂൺ കളർ. ഇത് ബനാറസിയിൽ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ്. അത്യാവശ്യം ഫുൾ ഡിസൈൻസ് വരുന്നുണ്ട് അല്ലേ? സ്ട്രൈപ്പ് ആണെങ്കിലും ആന്റി ഗോൾഡ് ആണ് ഇതിലെ ത്രെഡ് വർക്കിൽ ഡിസൈൻ വന്നിരിക്കുന്നത്. കോൺട്രാസ്റ്റ് ബോർഡറും വരുന്നുണ്ട്, ബ്ലൗസും വരുന്നുണ്ട്. ഇത് ബോർഡർ തന്നെ അല്ലേ? അത് ബ്ലൗസ് പീസ്. ഇത് ബ്ലൗസ് പീസ്. ഓക്കെ ഓക്കെ. നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ഫുൾ വർക്ക് വരുന്നുണ്ട്. അതിന്റെ തന്നെ നല്ലൊരു ചോക്കറൊക്കെ ഇതിൻ്റെ ഒപ്പം മാച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ഹെവി ഒരു പേളൊക്കെ ആയിട്ടുള്ളൊരു ഇയറിംഗ് ഒക്കെ ആണെങ്കിൽ സെറ്റായിരിക്കും. അതിന്റെ തന്നെ വേറെ 2 കളേഴ്സ് സെയിം ഡിസൈനിൽ ചേഞ്ച് വരുന്നത്. സെയിം പാറ്റേണിൽ തന്നെ കളർ ചേഞ്ച് വരുന്നതാണ് ഈ കാണുന്നത്. അതിന്റെ തന്നെ കുറച്ചുകൂടി ചെറിയ ഡിസൈൻ. ഓക്കെ. ചെറിയ ഡിസൈൻ ആവശ്യമുള്ളവർക്ക് ചെറുതാണെങ്കിലും പ്രിഫർ ചെയ്യാം. രണ്ടിലും ബോർഡർ കോൺട്രാസ്റ്റ് തന്നെയാണ് വരുന്നത്. ബ്ലൗസ് സെയിം കോപ്പർ ഇതിൽ തന്നെ. നൈസ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഇതൊക്കെ വളരെ ചുരുക്കം സമയമുള്ളതുകൊണ്ട് കുറച്ച് കളക്ഷനെ കാണിച്ചിട്ടുള്ളൂ. ഇനി ഇത് എങ്ങ് നിരന്ന് കിടക്കുവാണ് ഓരോ ടൈപ്പ് ഓഫ് ഓരോ കാറ്റഗറിയിൽ ഓരോ സാരീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഇവരുടെ വീഡിയോസും കളക്ഷൻസൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ അടുത്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കൂടി കാണട്ടെ, പർച്ചേസ് ചെയ്യട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ സ്റ്റോറുണ്ട്. അന്ന് വാട്സപ്പ് നമ്പറും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്കായിട്ട് എന്തായാലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കണ്ട് സെലക്റ്റീവായിട്ട് ചൂസ് ചെയ്ത് ഫാമിലിയായിട്ട് വരാൻ പറ്റുന്നവർ വന്ന് തന്നെ എടുക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യുക. സോ ഇതേപോലത്തെ വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ഒക്കെ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണും വരെ ഇറ്റ്സ് മീ അശ്വതി സൈനിങ് ഓഫ്. ബൈ.